കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഈ CA സാറിൻ്റെ കൂടെ വേലക്ക് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സാർ ഇന്നേ വരെയിട്ടും എന്നെ ഒരു ജോലിക്കാരനായിട്ട് കണ്ടില്ല. അല്ല, ഞാനും സാറിനെ ഒരു പോലീസുകാരനായിട്ട് കണ്ടിട്ടുമില്ല. CA എന്ന് പേര് മാത്രമേ ഉള്ളൂ. ആൾക്ക് എന്നെ കണ്ട ഭയങ്കര പേടിയാ. ഞാനിങ്ങനെ വിരലൊന്ന് ചൂണ്ടിയാലുണ്ടല്ലോ, ഇതിവിടെ ഇരിക്കുകയുള്ളൂ. ഇപ്പം കുറച്ച് ദിവസം ഇവിടെ വെള്ളമടി തുടങ്ങിയിട്ട്. അതെങ്ങനെ, സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറും, അപ്പം തന്നെ അപ്പുറത്തൊരു ഡോക്ടറുണ്ട്, ഒരു ഗൾഫുകാരനുണ്ട്, ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഈ വെള്ളം അടിക്കും. എന്നിട്ട് ഇവിടെ കണ്ട അലമ്പാക്കി ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇനി ഞാനുണ്ടല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരട്ടെ ഇങ്ങോട്ട്. ഇന്നത്തോടുകൂടി 3ൻ്റെയും ജോലി ഞാനിവിടെ നിന്ന് തീർത്ത് തരാം ഇന്ന് ഞാൻ, കേട്ടോ. ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട്. അങ്ങനെ വിട്ടാക്കുള്ളൂ. ഞാൻ ഒരാളുണ്ട് ഇവിടെ. ഹലോ, അത് ഞാൻ സ്റ്റേഷനിൽ നിന്ന് വന്ന് കയറിയതുള്ളായിരുന്നു. ആ കുഴപ്പമില്ല, ഒരു കാര്യം, നാളെ ഒരു 2 പേര് അവിടെ ഡ്യൂട്ടി കിട്ടും. ആ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ എന്നാ. പാസിയേ, എന്തോ പാസി. സാറേ ചായ. നിന്നോട് ഞാനിപ്പോ ചായ ചോദിച്ചോ എൻ്റെ പാസി? സാറിന് വേണ്ട ചായ? എടാ എനിക്ക് വേണ്ട, നീ എന്തിനാ ചായ കൊണ്ടുവന്ന്? അല്ല, ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാണ്. നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഞാൻ നിന്റെ പെണ്ണുമ്പിള്ളയാ? അതല്ലെന്ന്, എനിക്കൊരു ചായ കുടിക്കാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിൽ ബാക്കി വന്നപ്പോ സാറിന് കൊണ്ടുവന്നു. എനിക്ക് വേണ്ട ചായ, വേണ്ട എനിക്ക് ചായ വേണ്ടേ? അട എടുക്കട്ടെ. നിന്റെ ഒരടവും എൻ്റെ അടുത്ത് എടുക്കട്ടാ. നീ ചായ കൊണ്ട് വന്നപ്പോഴേ അറിയാം എന്തോ സോപ്പിട്ട് എന്തോ അടവും പരിപാടിയായിട്ട് വന്നേക്കാന്ന് എനിക്കറിയാം. അതല്ലെന്ന്, ഇലയട. ഇലയടയാ? നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് ഇലയിൽ വെച്ച് ഉണ്ടാക്കണ ഇലയട എടുക്കട്ടെ. ഇലയടയാ? ഒരു ചെമ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇതെന്തിനാണ് ഒരു ചെമ്പ് ഉണ്ടാക്കി വെച്ചത്? എനിക്ക് സമയം പോവേ, അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചു. എടാ, ഇത് ഉണ്ടാക്കി വെച്ച് ഇത് ആര് തിന്നാനാന്ന് ഒരു ചെമ്പ് പറഞ്ഞാൽ പോകാനായിട്ട് ഞാൻ തന്നെ തിന്നു തീർക്കും. ഓ, തീറ്റി ഉറക്കം കുടിയെന്നല്ല ഒറ്റ വേറെ ഒരു വിചാരമില്ല. എടാ എനിക്കണ്ട, ഞാൻ സത്യം പറയല്ലേ, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഒരു പെണ്ണുമുള്ള കൂടെ ഉണ്ടായിരുന്ന നിന്നെ എൻ്റെ കൂടെ ഞാൻ നിർത്തൂല. ഞാനും കല്യാണം കഴിക്കാത്തോണ്ടാണ് സാറിന്റെ കൂടെ നിൽക്കുന്നത്. എന്തോന്ന്? എനിക്ക് എത്ര ആലോചന വന്നതെന്നറിയാം. കല്യാണാലയ വലിയ വലിയ വീടുകളിൽ ഈ പാചകത്തിന് വേണ്ടിയിട്ട് ഞാൻ സാറിന്റെ കൂടെ തന്നെയല്ലേ നിന്നത്. ഞാൻ സഹിക്കുന്നവരെന്ന് അവർ കഴിക്കല്ലേ, ചെവുക്കന്നെ അവർ അടിയും തന്നു വിടും സാറേ. പിന്നെ എൻ്റെ അച്ഛനുള്ളൊരു സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ പിന്നെ ഇങ്ങനെ വിടാതെ കൂടെ നിർത്തി. എന്ത്? എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴത്തേന് നിന്നെ എൻ്റെ കൈ പിടിച്ച് തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് ഇതൊരു ഒരു മുതൽക്കൂട്ടാണ്, കളഞ്ഞു കിട്ടിയ തങ്കമാണ്, നീ അവനെ കളയരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഈ കൂടെ നിർത്തിയേക്കണം കേട്ടോ. എന്നാ എനിക്ക് അവിടെ പ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നീ ഒരേ വകുപ്പും കൊണ്ടുവന്ന് അതുകൊണ്ട് കൊല്ലാതറായി. ഞാൻ ഊരിക്കോളാം, എനിക്കറിയത് കൊണ്ടുപോകാൻ. ഇങ്ങോട്ട് വന്നേ. ഹലോ, ഹലോ, ഞാനൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോ. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് താങ്കളുടെ വീട്ടിൽ നിന്ന് ഞാൻ കയറി മോഷ്ടിച്ചിരിക്കും. ഒരു ഒറ്റ മിനിറ്റ് പറഞ്ഞ ഞാൻ ചിരിച്ചോടാ. ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. അടൂർ പാസി പഴത്തെ തന്നെ വീഴുന്നതിനെക്കാട്ടി ഗംഭീര കോമഡി ഒരുത്തൻ അടിച്ചോണ്ടിരിക്കും. ഞാനാരാ? സാറിന്റെ മുതലാളി, നിന്റെ അപ്പൂപ്പറ്റ. അതല്ല CA. ഞാനൊരു പോലീസുകാരനാന്ന് അറിയാതെ ഏതോ ഒരു പയ്യൻ നമ്പർ തെറ്റി എന്റെ ഫോണിലൊക്കെ വിളിച്ചോണ്ടിരിക്കുക. അവൻ പറയും ഇന്ന് രാത്രി ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ ഈ വീട്ടിൽ കയറി അവൻ മോട്ടിക്കുമെന്ന്. എന്നെ കറക്റ്റ് അവൻ അറിയാവുന്ന. അത് അവൻ അറിയാവുന്നത് തന്നെയാണ്. സാർ ഒരു മണ്ടനാണെന്ന് അറിയാവുന്നത് തന്നെയാണ് ഇവിടെ കയറി മോഷ്ടിക്കുമെന്ന് പറഞ്ഞത്. ആരാ മണ്ടൻ? അടിക്കുന്ന കറ ഞാൻ പൊളിച്ചാണ്ടല്ലേ. അതെ സുഹൃത്തെ, നീ ആരുടെ ഫോണിലോട്ട് വിളിച്ചെന്നറിയാവന്? താനാരായാലും എനിക്കൊരു വിഷയമല്ല, ഞാൻ മോഷ്ടിച്ചിരിക്കും. പിന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റുകയോ മറ്റാരെങ്കിലും ഇവരെ അറിയിക്കുകയോ ചെയ്താൽ അവിടെ ഒരു മോഷണം മാത്രമല്ല നടക്കുക, പിന്നെ അവിടെ ഒരു കൊലപാതകം നടക്കും. ആരെ? തന്നെ ഞാൻ കൊല്ലും. ഹലോ, അല്ലേ എന്നെ കൊല്ലാൻ? ചേട്ടല്ല, എന്തോ ചേട്ട്. അയ്യോ സാറേ, 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 അനങ്ങളില്ലല്ലോ. ദൈവം, ഇത് എന്ത് പറ്റി? ഫോൺ ചെയ്തിട്ട് ഇവിടെ നിന്നാണല്ലോ. ഞാൻ ആരെങ്കിലും വല്ലതും വന്ന് തലക്കിട്ടടിച്ചാ? ഒരു ചെറിയ കാര്യം കേട്ടാൽ മതി, അപ്പൊ പേടിച്ച് വീണാളാ. സാറേ അനങ്ങളില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് ആശുപത്രി കൊണ്ടുപോകും? അടുത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സാറേ, ഡോക്ടർ സാറേ, ഓടി വാ സാറേ, ഇവിടെ സാറേ അനങ്ങളില്ല. സാറേ, 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 ഡോക്ടർ സാറേ, വിളിച്ചിട്ട് എഴുന്നേക്കല്ലെന്ന്. എന്ത് പറ്റി? ഞാൻ വന്നപ്പോ ഫോൺ ചെയ്തോണ്ടിരിക്കേ, ആരാണ് വിളിക്കുന്നത് കേറി പോടാകത്തെന്ന്. എന്നിട്ട് ഞാൻ അകത്തിന്ന് ഒരു അടയെടുത്ത് അങ്ങോട്ട് കടിക്കുകയും പടക്കോന്നൊരൊച്ച. അയ്യോ, ഓടി വന്നപ്പോ വെട്ടിയിട്ട് വാഴ പോലെ കിടക്കുകയാണ് സാറേ. പറിച്ചിട്ടോ കാച്ചിൽ പോലെയാണല്ലോ കിടക്കണം. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു ഫോൺ വന്ന്, അതാണ് സംഭവം. എടാ ബാസി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ടെൻഷനാണ് എന്റെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പൾസ് നോക്കിയാ?
അത് വന്നപ്പോഴേ പോയി. എന്ത്? ഞാൻ നോക്കി പേഴ്സ് ഇല്ല കയ്യിൽ. പേഴ്സ് അല്ല, പൾസ് നോക്കിയാ. ഇതെന്താണ്? എന്താ? ഞാനാരാ? നീ ആരാ? ഡോക്ടർ സ്റ്റാൻലി. ഡോക്ടറാണ് നീ. ആളുടെ പൾസ് നോക്കാനൊക്കെ എനിക്കറിയാം. ഒന്ന് നോക്കടാ, ജീവൻ എന്നോട് നോക്ക്. പറഞ്ഞു. എന്നോട് പറഞ്ഞു. ഇങ്ങ് വന്നേ. കണ്ണെന്ന് തുറന്നേ. നല്ലപോലെ. ഓ, നിന്റെ അല്ല, അവന്റെ കണ്ണെന്ന് തുറന്നേ. നോക്കട്ടെ, മറച്ചിരട്ടെ സാർ. നോക്കട്ടെ. ആ, എന്താണ്? ഓക്കെ. എന്താണ്? എന്താടാ, എന്താ ആലോചിക്കണം? എന്താ എന്ത് പറയണമെന്ന് ആലോചിക്കണം. എന്ത് പറയണമെന്നാ? അല്ല, ഇങ്ങോട്ട് വന്നേ. സംഭവം ഇത്തിരി സീരിയസാ. എന്താ? അതായത് സൈലന്റ് അറ്റാക്ക്. സൈലന്റ് അറ്റാക്ക്. നീ ഒരു ഡോക്ടർ തന്നെയാണ് സത്യത്തില്. പിന്നെ MBBS എനിക്ക് എന്റെ ശ്രീധരൻ കിട്ടിയാണ്. ഞാൻ പഠിച്ചതല്ലേ. സൈലന്റ് അറ്റാക്കാ? എടാ, നമ്മുടെ ചായക്കടയിലെ ശൈലനില്ലേ, അവനൊരു ദിവസം ഉണ്ടമ്പൊരി പോയിഞ്ഞോണ്ട് നിക്കണം ഒരു പിടുത്തം മറിഞ്ഞു നേരെ ഡെസ്കിലടിച്ച് വീണ്. ഞാനാണ് അവനെ പോയി നോക്കിയത്. ആ ശൈലനുണ്ടായ അതേ അറ്റാക്കാണ് ഇവനുണ്ടായിരിക്കണം. സൈലന്റ് അറ്റാക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സാറ് മരിച്ച സ്ഥിതിക്ക് ആ ജോലി എനിക്ക് കിട്ടുക? എങ്ങനെ? അല്ല, സാറ് മരിച്ച സ്ഥിതിക്ക് എനിക്ക് ആ ജോലി കിട്ടുവന്ന്. അങ്ങനെ നിനക്ക് ജോലി കിട്ടണത്? അല്ല, ഈ മരിച്ച കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്കാണല്ലോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരിക്കണം. നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കണം. ആശ്രിതം നെയ്യാൻ അത് പറ്റിക്കൂടിയവർക്ക് കിട്ടുകയല്ല. എടാ, അത് ഭാര്യ മരിച്ച ഭർത്താവിന്, ഭർത്താവ് മരിച്ച ഭാര്യക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെയാണോ? ഞാൻ ഒരു സത്യം പറയട്ടെ. എന്താണ്? സാറിന്റെ ഭാര്യയെ പോലെയാണ്. ആര്? അയ്യോ, അങ്ങനെയല്ല. പിന്നെ സാറിന് കഞ്ഞി വെച്ച് കൊടുക്കും, അലക്കി കൊടുക്കും, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എടാ, അതിനവൻ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മൊത്തം കേട്ടാ? പിന്നെ കേട്ട് കാണുകയല്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്താണെന്ന് അറിയാമല്ലോ. പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയി. മനസ്സിരിപ്പ് കൊള്ളാല. ഒരു കാര്യം ചെയ്യ്, തിരിച്ചിട്ട് കൃത്രിമ ശ്വാസം കൊടു. കൃത്രിമ ശ്വാസം കൊടു. ഞാനാ പല്ല് വെച്ചിട്ട് 3 ദിവസം അങ്ങോട്ട് ചെല്ലിയാണെങ്കിൽ ഷട്ടിൽ വാറ്റിന് അടിച്ച പോലെയാണ് മുഖത്തിട്ട് സ്മെല്ലടിക്കണത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. എങ്ങനെ? ഓ, ഓക്കെ ഓക്കെ. ഞാൻ ഡോക്ടറാണെന്നുള്ള കാര്യം മറന്നുപോയി. ഇതിപ്പോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. റെഡിയാക്കി തരാം. ഇതെന്താ കാണിക്കണം? ഇത് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കണതാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുറത്തിട്ട് ഇടിക്കണം നമ്മൾ. എന്റെ വീട്ടിൽ രാത്രി ആന്റെ ഇപ്പൊ പാൻഡൂരി പോയാ നീ എന്തേ കാണിക്കണ്ട? ഇതിപ്പോ ഞങ്ങൾ കുറച്ചേരം വന്നിട്ട് നീ ചത്തുപോയെന്ന് പറഞ്ഞു ചത്തുപോയെന്നാ? ഞാനാ ഒറ്റ അടീന്റെ സാറിനെ വിളിച്ചിട്ട് അനങ്ങട്ടെ. എന്താണ്? എടാ, ഇതൊരു ഫോൺ വന്ന ഇവന് ഭ്രാന്താന്ന് ഇവനോരോന്ന് വിളിച്ചു പറഞ്ഞു. ഫോൺ വന്നെന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴുവാ നീ. എടാ, ഒരുത്ത എന്നെ വിളിച്ചിട്ട് പറയാണേ, ഇന്ന് രാത്രി ഞാനുള്ളപ്പോ 12 മണിയാകുമ്പോ ഈ വീട്ടിൽ കയറി മോട്ടിക്കുമെന്ന്. അതിന് ബോധം പോകേണ്ട കാര്യമുണ്ടോ? അല്ല, അത് മാത്രമല്ല പറഞ്ഞ കാര്യമൊന്നും നീ ഞങ്ങളോട് പറ. അവൻ പറയാണ്, അവനിതിപ്പോ വേറെ ആരെങ്കിലും അറിയിക്കോ, വേറെ പോലീസുകാരെ വിളിക്കോ, ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ അവൻ കൊന്നു കളയെന്ന് പറഞ്ഞതാണ്. എടാ, എനിക്ക് BP ഉള്ളതല്ലടാ, എനിക്ക് ടെൻഷൻ കയറിയാൽ ഞാൻ താഴെ പോടാ. അതുകൊണ്ടാണ്. നീ ഒരു CA അല്ലേ? അതെ, തൊട്ടടുത്ത ഡോക്ടറും നിന്റെ കൂട്ടുകാരൻ ഇവനും ഇല്ലേ ഗൾഫുകാരൻ. ഇങ്ങനെ പേടിച്ചു ബോധം BP കയറിയ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ശിവരാത്രിയാണ്. ഇന്നാണ് ശിവരാത്രി. എടാ പൊട്ട, അതല്ല. ഇന്ന് നമ്മൾ ഉറങ്ങുന്നില്ല, കള്ളനെ കൈയോടെ പൊക്കുന്നു. എങ്ങനെയുണ്ട്? ഓക്കെ. വേണ്ട വേണ്ട വേണ്ട. എടാ, നിനക്കൊക്കെ പൊതുവേ ഒരു ധാരണയുണ്ട് ഞാൻ പേടിച്ചു പറയാന്നുള്ള. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഒരു മണ്ടൻ ഇവിടെ ഇരിക്കേണ്ട പൊക്കോ. ഇവിടെ അവൻ കാല് കുത്തിയ ഇടിച്ച് അവന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. അതിനുള്ള പോപ്പന്റെ വേണ്ട അതിന്റെ ആവശ്യം. ഞാൻ വീട്ടിൽ പോകണ്ടോ? എന്താണെന്നറിയാവോ? എടാ, കള്ളന്റെ കയ്യിലും മാരകായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. ഇവൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ചിലപ്പോൾ തലക്കിട്ടടിക്കുക, പള്ളക്ക് പിച്ചാത്തി കയറ്റുകയോ ചെയ്താൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പുറത്ത് നമുക്ക് ഇവനറിയാതെ. പേടിയുണ്ട് ഇവിടെ നിന്നോ? ആർക്ക്? എനിക്ക് പേടിയുണ്ട് ഇവിടെ നിന്നോ? അങ്ങനെ പറ. ഞങ്ങൾ നിൽക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്ലാൻ ചെയ്യണം. അതായത് നീ തെക്ക് വശത്ത് നിൽക്കാം, ഞാൻ പടിഞ്ഞാറ് വശത്ത് നിൽക്കാം, നീ വടക്ക് വശത്ത് നിൽക്കാം. പിന്നെ എല്ലാ 10 പേരെ കൂട്ടിയിട്ട് നിൽക്കാൻ പറ്റാണ് പൊട്ട. നീ ഒറ്റക്ക് നിൽക്കണം. അപ്പൊ ഞാൻ എവിടെ പോയി? നീ എവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതെ അതെ, ഇങ്ങനെ കുറ്റി അടിച്ച പോലെ നിന്നിട്ട് കാര്യമില്ല. കറങ്ങണം. കറങ്ങണമെങ്കിൽ 2 അടിച്ചിട്ട് തുടങ്ങാം. അപ്പൊ കറങ്ങാൻ പറ്റും. അതല്ല, വീടിന് ചുറ്റും കറങ്ങണമെന്ന്. കണ്ടടിക്കണം. കണ്ട അപ്പ അടിച്ചോണം. കണ്ടടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടടിക്കും ഞാൻ. അപ്പൊ കള്ളം വന്നിട്ടുണ്ട് ഇവിടെ. കള്ളനല്ല, അകത്തെന്റെ അലമാരി ഒരു ഫുള്ളിരിപ്പുണ്ട്. അത് കാണുമ്പോ ഇവൻ അടിച്ചോണ്ടിരിക്കാവേ. ഓഹോ, അലമാരിൽ ഫുള്ളും വെച്ചിട്ടാണ് ഈ സംസാരിക്കണേ. അടിച്ച ഐഡിയ വരും. വന്നേ, വെളുക്കോളം ഉറക്കം നിൽക്കണ്ടല്ലേ? എങ്ങനെ കള്ളനെ പിടിക്കണമെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. മനസ്സിലായില്ലേ? ഇതെങ്ങനെയാ വെറുതെ അടിക്കണ? പിന്നെ വെറുതെ അടിക്കുന്ന ഇയാളെ ചോദ്യം കടന്നു ഡെയിലി ഇയാൾ ഇവിടെ ഷെയർ തന്നിട്ട് അടിക്കുന്നത്. അതല്ലാണ്ട് ടച്ചിങ്സിലാണ് എങ്ങനെ അടിക്കണത്? അത് ശരിയാ. കരിമീൻ എടുക്കട്ടെ. കരിമീൻ. അയ്യോ, കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീൻ ഉണ്ടെങ്കിൽ ഞാൻ 1 കല ചോറ് തിന്നും. ഞാൻ 2 കലം ചോറ് തിന്നും. പൊള്ളിച്ചത് ഫ്രൈ,
എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊരു 2 കരിമീൻ എടുത്തു. അല്ല നിങ്ങളോട് ചോറിനാൻ വന്നതാണ് എനിക്കറിയാൻ വേണ്ടി. അല്ലടാ, കരിമീൻ ഉണ്ടെങ്കിൽ ടച്ചിങ്സ് ആയിട്ട് നല്ലതല്ലേ? ആണോ? ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നിനക്ക് ഇഷ്ടമില്ല? എനിക്ക് വേണം, ഞാൻ ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്നത്. വേണ്ട, ഇത് കരിമീൻ എന്ന് വെച്ചാൽ മറ്റേ കരിമീനല്ല. പിന്നെ? ഡെയിലി 1 കിലോ ചാള യവൻ മേടിക്കും. എന്നിട്ട് വെട്ടി കഴുകി വറക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് വല്ലതും എടുത്ത് തിന്നാൻ പോകും. ആ സമയത്ത് ആ ചാള മീൻ കരിയും. ആ കരിഞ്ഞ മീനാണ് ഇവൻ ഡെയിലി കരിമീൻ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തീറ്റിക്കുന്നത്. ഇപ്പൊ കൊണ്ടുവരാൻ കരിഞ്ഞ മീനെ കരിമീൻ എന്നല്ലാണ്ട് ഞാൻ നെയ്മീനെന്ന് പേരിക്കുവോ? എന്താ ബാസി, വായിക്ക് രുചിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതെ. ഓ, മറന്നുപോയി. അത് എടുക്കട്ടെ. അതെ. ആ, ഈ ഗോതമ്പിന്റെ പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടുണ്ടെങ്കിൽ പിടിച്ച് ഇതാണ് ടെക്നിക്സ്. പിന്നെ അട നല്ലതല്ലേ? അടയാണോ ഇങ്ങനെ കടിച്ചു പറിക്കാനുള്ളത്? സൂപ്പറാണ്. കടിച്ചെങ്ങനെ റബ്ബർ പോലെ നിൽക്കുന്ന സാധനം. 3 ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാണ് ഇവൻ. ഇത് അട മാത്രല്ലേ, വേറെ പല പണി ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതിനകത്ത് കയറിയപ്പോ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ നാണ്ടാ ഒരു ഉരുളി നിറച്ച് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിരിക്കും. പായസം ഭയങ്കര ഇഷ്ടം. പായസം നിനക്ക് ഇഷ്ടമാണ്? എനിക്കല്ല, അവന്. ഇത്രയധികം പായസോ? ഞാൻ ചോദിച്ചാ പറയണേ അമരീഷ് പുരിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. എന്ന് കുറച്ച് ദിവസമായി മരിച്ചോട്ട്. എടാ, നീ എന്നെ കാട്ടി പൊട്ടനാണെന്ന് പറഞ്ഞു. അമരീഷ് പുരി ആയാലും ആരായാലും ഞാൻ ഇവിടെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കും പായസം. ഭയങ്കര വിഷയമാന്നേ. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച വന്ന് കയറിയപ്പോൾ കാണാൻ അടുക്കള ഒരു ചരുവം നിറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുക. എനിക്കല്ല, അവരിട്ടാണ്. എടാ, ഈ ഒരു ചരുവം നിറച്ച് എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പറയണേ സിനിമാ സംവിധായകൻ നാദർഷായുടെ ബർത്ത്ഡേ ആണ്. ഓഹോ, ആ നാദർഷായുടെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾ ആഘോഷിക്കോ? നിനക്ക് എന്തിന്റെ കേടാ ഇത്? നമ്മൾ ഈ പരസ്യത്തിൽ പറയത്തില്ലേ, പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണം, അതുപോലെ അവന് തിന്നാൻ ഓരോരോ കാരണം. ബാസി ഒരു കാര്യം ചെയ്യും. അതായത് ടച്ചിങ്സിന് വേണ്ടത് മിച്ചർ, ചിപ്സ്, കട്ട്ലേറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കേക്ക് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പപ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി എടുത്താൽ. നിങ്ങളെ ഇരിക്കുന്ന ഈ ലാവണ്യ ബേക്കറിയിലല്ല, എന്റെ വീട്ടിലാണ് ഇങ്ങനെ പപ്സും മറ്റേ ബേക്കറിയിലെ പോലെ ഓർഡർ ചെയ്യാൻ. ഞാൻ പറഞ്ഞാണ് അവനൊക്കെ പറയല്ലേ, പപ്സ് ഒന്നും അവൻ അറിയാൻ പാടില്ല. ഞാൻ അത് മേടിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അവൻ അറിയാൻ പാടില്ല. അവന് അടയുണ്ടൊക്കെ എന്തോ ഒരു മിനിറ്റ്, ഒരു സംശയമാണ്. എന്താ സാറ് ഇങ്ങനെ ചോദിച്ചല്ല, ടച്ചിങ്സ് ആയിട്ട് ചോദിച്ചു, ചിപ്സും ജിലേബിയൊക്കെ ചോദിച്ചു. വേറെ ഒരു സാധനത്തിന്റെ പേര് ഇവിടെ പറഞ്ഞു. എന്താ? എനിക്കത് കിട്ടില്ല. അയ്യോ, എന്താണ്? സെക്സ്. ഓക്കെ, അത് വേണ്ട. അടിക്കലും കളഞ്ഞിട്ടിയ തങ്കമാണ് സാർ. തങ്ക എന്റെ അച്ഛനോട് നീ പോയാൽ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. പ്ലാൻ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യും, ഇവിടുന്ന് ഒന്നും പോകാതിരിക്കാൻ ഞാൻ അകത്ത് നിന്ന് ഞാൻ പ്ലാൻ ചെയ്തോളാം കേട്ടാ. പിന്നെ നീ വരുമ്പോഴേ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൊണ്ടുവരണേ. എന്നാ ഒരു കാര്യം, ഞാൻ സവോളയും കുറച്ച് തക്കാളിയൊക്കെ കൂടി ഒരു കുക്കുമ്പറൊക്കെ ഇട്ട് കൊണ്ടുവരാൻ. പിന്നെ ഇതെന്റെ ഒരു പ്ലാനാണ്, നീ പോയിക്കോ. ഞാൻ പോട്ടെ. ഇവിടെ ഇരുന്നോളൂല്ല. ഇതെന്തിനാ ഈ മുളക് പൊടി ഉപ്പ് എന്തിനാ? ഇത് കള്ളനെ പിടിക്കാനുള്ള എന്റെ ഒരു പോളിടെക്നിക്കാണ്. പോളിടെക്നിക്കാണ്. അതായത് കള്ളൻ ഇവിടെ വരുന്നു, ആ സമയത്ത് ഈ ഉപ്പും മുളക് പൊടിയും കൂട്ടിയിട്ട് കൂട്ടി കുഴയ്ക്കുന്നു, കള്ളന്റെ കണ്ണിലേക്ക് എറിയുന്നു. ഈ സമയത്ത് കള്ളൻ കണ്ണ് കാണാതെ ഇവിടെ അലഞ്ഞു തിരി നടക്കുമ്പോൾ നിങ്ങൾ കയറി അറ്റാക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. സംഭവം കൊള്ളാം. വേറെ പ്രശ്നമുണ്ട്. കറക്റ്റായിട്ട് ഈ കള്ളന്റെ കണ്ണി കൊള്ളണമല്ലോ. അതെ. അപ്പൊ ഉന്നോ നിനക്കല്ലേ, നീ എറിഞ്ഞാ മതി. എനിക്കറിയാൻ പറ്റില്ല, എന്റെ കൈ പറയ്ക്കും. എന്റെ ഉന്നം തെറ്റി. അല്ല, നിന്റെ തോക്കെന്തിയ? തോക്കൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ട വെച്ചാൽ സ്റ്റേഷനിൽ വെച്ചേക്കാ വെടിയുണ്ട. എടാ, ഉണ്ട കൊണ്ടുവരണ്ടടാ. ഇവിടെ വെടിയുണ്ട കൊണ്ട് പരിക്കാത്ത വെച്ചാൽ തിന്നുന്ന സാധനം ഓർത്ത് ആ പോത്ത ആ വെടിയുണ്ട കൊണ്ട് തിന്നു കളയോ. ആരോണ്ട് ഇവിടെ മതിൽ ചാടി കള്ളനാണെന്ന് നോക്ക്. നീയല്ലേ കള്ളനായിട്ട് സംസാരിച്ചത്? ഞാൻ സംസാരിച്ച് എനിക്ക് ആരാൻ പാടില്ല. എനിക്കൊരു കാര്യം, നിങ്ങൾ രണ്ടും പോയി നോക്ക്. കള്ളനാണെ കള്ളൻ എന്ന് വിളിച്ചാൽ ഞാൻ ഓടി പരിക്കാത്ത ഓടിക്കാൻ കയറ്റിക്കോളാം. എന്തിനാ അകത്ത് കയറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ഞാൻ പൂട്ടാ. നീ ഇവിടെ നോക്കിക്കോണം. ഞാൻ നോക്കിക്കോ. എങ്ങോട്ട് പോകരുത്. ഇല്ല, കറങ്ങിക്കരുത്. എന്നെ ഒറ്റക്കിട്ട് പോവാ. അഥവാ അവൻ വന്ന് എന്നെ ഒറ്റയ്ക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കള്ളനെ കിട്ടിയാൽ ഈ വടം വെച്ച് കെട്ടിക്കോണം. മനസ്സിലായി? അവിടെ നോക്കിയേ. ഇവിടെ ഇല്ല. എടാ കോപ്പി, ആ തെങ്ങിന്റെ മറയിൽ നിൽക്കണം. വാഴയാണെന്ന്. നിങ്ങൾ പോയപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. ഇപ്പൊ അവനെ എന്നെ കണ്ടിട്ട് എന്റെ പള്ളക്ക് കത്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ പാത്തിരുന്നേ. പോലീസിലെടുത്ത് പേടിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറും ഫേക്ക് കോളാണ്. ഇവിടെ കള്ളനും വന്നിട്ടില്ല കേട്ടോ. ആള് വരികയും ചെയ്യില്ല, വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട്. വരത്തില്ലായിരിക്കും. കള്ളം വന്നാലും വന്നില്ലേലും വെളുക്കോളം നമ്മൾ ഇവിടെ ഇരിക്കുന്നു. കാരണം ഇവനെ ഒറ്റക്ക് എടുത്തിട്ട് പോകാൻ ഞാനില്ല, അതുപോലെ ഇത് ഒറ്റക്ക് വെച്ചിട്ട് പോകാൻ ഞാനില്ല. ഇതടിച്ച് തീർക്കാം. കള്ളനല്ല, ഫോൺ വന്ന് പേടിപ്പിച്ചു കളഞ്ഞ. അതല്ലെന്ന് നേരത്തെ വിളിച്ച നമ്പറിൽ നിന്ന് തിരിച്ച് ഫോൺ വന്ന് സംസാരിക്കും. ഹലോ, ഞാനൊരു നന്ദി അറിയിക്കാൻ വിളിച്ചതാ.
ഞാൻ കൃത്യസമയത്ത് അവിടെ നിന്ന് മോഷണം നടത്തി. എന്റെ പൊന്നു മോനെ, ഞങ്ങള് 3-4 പേര് ഇവിടെ കണ്ണിൽ എന്നെ വിളിച്ച് കാത്തിരിക്കുക. നീ ഇവിടെ കയറിയിട്ടില്ല, ഒരു പണി നടത്തിയിട്ടുമില്ല. ഭാര്യയെ ബോധം കെടുത്തി അവിടെ ഇട്ടിട്ടുണ്ട്, പേടിക്കണ്ട. രാവിലെ 10 മണിക്ക് എഴുന്നേറ്റുള്ളൂ. ഭാര്യ അമ്പടി ഡംബീസേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എനിക്ക് ഭാര്യ എങ്ങനെയാടാ പോടാ അവിടുന്ന്? പിന്നെ അയാളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. പിന്നെ അതൊരു ബാക്കി പറ. പിന്നെ ഒരു കാര്യം, ഫർണിച്ചർ മാത്രമല്ല, ഒരു 2 പവന്റെ മാലയും 5 ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വളരെ ഉപകാരം. ഓക്കെ ഓക്കെ ആക്കിട്ട് നമ്മുടെ പ്ലാൻ സക്സസ്. അവൻ മോട്ടിച്ച് ഇവിടുന്ന് മോട്ടിച്ചു നമ്മൾ ഇവിടുന്നല്ല, പിന്നെ നിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്നാ. ആ നിന്റെ ഭാര്യ ജൂലിനെ അവിടെ ബോധം കെടുത്തി കിടത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയാകുമ്പോൾ ബോധം തെളിയെന്നും പറഞ്ഞു. അവർക്ക് ബോധം വന്നതിന് കുഴപ്പമില്ല, സാധനങ്ങളെല്ലാം കൊണ്ട് ആ ഫർണിച്ചർ മുഴുവൻ അവൻ വണ്ടിയെ കയറ്റി. ഇത് പോരാണ്ട് 2 പവന്റെ മാല 5 ലക്ഷം രൂപ അവൻ അവിടെ നിർത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ എന്റെ വീടല്ല, എന്റെ വീട്ടില് സ്വർണ്ണവും കാശും ഒന്നുമില്ല, എല്ലാം ബാഗിൽ വെച്ചേക്കല്ലേ. അതല്ല എന്റെ പ്ലാൻ. ഇവിടെ കള്ളം കയറുമെന്ന് പറഞ്ഞപ്പോ സാറിന്റെ 2 പവന്റെ മാല 5 ലക്ഷം രൂപ ഞാനല്ലേ ഡോക്ടർ സാറിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചത്. അവൻ കിട്ടിയ തങ്കോള്. ഈ തങ്കത്തെ ഞാനിന്ന് ഉരുക്കും.